ഷഹീദ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? അവിടെയുള്ള ആളുകളുടെയൊക്കെ തന്നെ മുൻ പ്രതികരണങ്ങൾ അവർ ആശങ്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു. ഇപ്പോൾ പൊരുത്തപ്പെട്ടു കഴിഞ്ഞോ? ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല, ഭൂമിയിലുണ്ടായ പ്രതിഭാസമാണെന്ന കാര്യം അവർ അറിയുന്നുണ്ടോ? പ്രതീക്ഷ, അവർക്ക് ഇനിയും അറിയേണ്ടത് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കുറച്ചുകൂടിയുള്ള വിശകലനങ്ങൾ, ശാസ്ത്രീയമായ വിശദീകരണങ്ങളൊക്കെ അവർക്ക് വേണം. അവർ ആദ്യം ഒരു ഞെട്ടലുണ്ടായിരുന്നു. അത് ഭയാനകമായ ഒരു സിറ്റുവേഷൻ അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറയിൽ വിഷ്വലിൽ കാണുന്നത് വയനാടിൻ്റെ വലിയൊരു മലനിര നിൽക്കുന്ന പ്രദേശമാണ്. അതായത് പുത്തുമലയും ചൂരൽമലയും ഒക്കെ നിൽക്കുന്ന ഒരു മലനിരയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണുള്ളത്. ഇതിന് നേരെ ഇപ്പുറത്ത് മറ്റൊരു മലയിലാണുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വെള്ളച്ചാട്ടം എന്നുള്ള പറഞ്ഞ ഒരു പ്രദേശം. അവിടെ മനോഹരമായി വെള്ളം ചാടിക്കൊണ്ടിരുന്ന മലയിൽ നിന്ന് ഇപ്പോൾ വെള്ളച്ചാട്ടം ഇല്ല എന്ന് നാട്ടുകാർ നമ്മോട് പറഞ്ഞു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പരിശോധിക്കുക എന്ന് ലക്ഷ്യം വെച്ച് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഈ കാറ്റാടിപ്പാറ എന്നായിരുന്നു നാട്ടുകാർ ഇതിനെ വിളിച്ചിരുന്നത്. അതിമനോഹരമായ സ്ഥലമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നയനമനോഹരം, ചുറ്റുപാടും എപ്പോഴും മഴക്കാലത്ത് പ്രത്യേകിച്ചും എപ്പോഴും വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നൊരു സ്ഥലം. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ആ പേര് പോലും വന്നത്. അവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള അനധികൃതമായ ചില നിർമ്മാണങ്ങൾ നടക്കുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. അതേ തുടർന്നാണ് ഞങ്ങൾ ഇക്കാര്യം അന്വേഷിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമുക്ക് മുകളിലാണോ ഇത്? ഇത് നേരെ കാണുന്നത് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ തന്നെ പോയി. ഈ വഴി കയറി കഴിഞ്ഞാൽ കൂടി ഒന്നൊരു 100-100 മീറ്റർ അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടേക്ക് തന്നെ പോകാൻ വേണ്ടി പറ്റും. ഈ കാണുന്ന വേലിയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അവരുടെ ഇതെല്ലാം അവർ കെട്ടി അവരുടെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ബാക്കി നേരെ ചെല്ലുമ്പോൾ ഈ കാണുന്ന മറ്റിലൂടെയൊക്കെ ആയിരുന്നു വെള്ളച്ചാട്ടങ്ങൾ വന്നിരുന്നത്. അതായത് അപ്പുറത്ത് ഇതിന്റെ തൊട്ട് സൈഡിൽ കൂടെ ഇതിൽ കൂടെ ഒക്കെ വരുന്നത്. ഇതൊക്കെ ചാല് പോലെ സാധനങ്ങളാണ് ഇതിൻ്റെ വഴിയൊക്കെ. പക്ഷെ ഇപ്പോൾ എല്ലാം കൂടെ കെട്ടി നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാക്കി ഇവിടെ. സാധാരണ ആൾക്കാർ കയറിക്കൊണ്ടിരുന്നതാണ്. നോർമലായിട്ട് തന്നെ ആൾക്കാർ പുല്ലോട്ടെല്ലാം കയറുന്നത്. പക്ഷെ ഇവരെല്ലാം മൊത്തം ഏരിയ ആയിട്ട് മാറ്റിയേക്കുക. ഇപ്പോഴത്തെ മേലെ കാണുമ്പോൾ കാണാൻ വേണ്ടി കുറച്ചും കൂടെ. പ്രതീക്ഷ, ഈ പ്രദേശത്ത്, അതായത് നമ്മളിപ്പോൾ മുഴക്കം കണ്ട ഈ പ്രദേശത്ത് അമ്പൂത്തി, വെള്ളച്ചാട്ടം തുടങ്ങിയ ഇതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിരവധി റിസോർട്ടുകളുണ്ട്. നമുക്കത് റിസോർട്ട് വ്യവസായത്തെ അല്ലെങ്കിൽ ടൂറിസത്തെ പൂർണ്ണമായി തള്ളി പറയേണ്ടതില്ല. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെയൊക്കെ നിർമ്മാണം എത്രത്തോളം ശാസ്ത്രീയമാണ്, ഇവിടുത്തെ ഭൂഘടനയ്ക്ക് അനുസരിച്ചാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട്. അതിൽ പ്രധാനമായും അവർ പറഞ്ഞത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, സ്വാഭാവികമായ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്ന വലിയൊരു പാറയാണിത്. ആ പാറയിലൂടെ ഇപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടാകുന്നില്ല മഴക്കാലത്തും എന്നുള്ളത് തന്നെയാണ് ഇവർ നമ്മോട് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിനെന്താണ് സംഭവിച്ചതെന്ന് ഈ നാട്ടുകാർക്ക് വളരെ കുറച്ചു കാലങ്ങളായി വലിയ ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയുള്ള ചില പരാതികളൊക്കെ നൽകാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് ഈ നാട്ടുകാർ. അപ്പോഴാണ് ഈ പ്രദേശത്ത് വലിയ തോതിലുള്ള ഈ മുഴക്കം കെട്ട വാർത്ത കൂടി വന്നത്. നമ്മളൊക്കെ ഈ സ്ഥലത്ത് എത്തിയത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് ഒന്ന് പരിശോധിക്കുന്നത്. മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഏതായാലും നമുക്ക് ആ പ്രദേശത്തേക്ക് നേരിട്ട് തന്നെ ചെന്ന് പരിശോധിക്കാനാണ് തീരുമാനം. പ്രതീക്ഷ. ശ്രീ അമ്പോറ്റിമല വയനാട് മേഖലയിലെ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് വെള്ളച്ചാട്ടം എന്ന പേര് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ വെള്ളച്ചാട്ടം കാണുന്നില്ല. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. അതുവഴിയൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ആഘാതം സംഭവിച്ചേക്കാമെന്ന് അന്നാട്ടുകാർ ആശങ്കപ്പെടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് സംഘം ആ വഴി സഞ്ചരിക്കുകയാണ്. അവിടെ അനധികൃതമായിട്ട് ഉള്ള നിർമ്മാണങ്ങൾ ഉണ്ടോ? നിർമ്മാണങ്ങൾ നിലവിലത് ശാസ്ത്രീയമാണോ? പ്രകൃതിയെ ആഘാതമേൽപ്പിക്കുന്നതാണോ? ദുരന്ത ഭൂമിയുടെ ആ ജില്ലയിൽ തന്നെ ഉള്ള സ്ഥലങ്ങളാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം കൂടിയൊക്കെ വരുമ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ലെങ്കിലും ഭാവിയിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഭൂമിക്ക് അനധികൃത നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെ തടയേണ്ടതുണ്ട്. ആ ഒരു അന്വേഷണം കൂടി മാതൃഭൂമി ന്യൂസ് നടത്തിയാണ്. ഷഹീദ് നടത്തുകയാണ്. ഇനി